ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെസ് നോളജ്. ഞാൻ എം ജെ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എത്രയോ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് മുന്നേ കൂടുതൽ നിങ്ങൾ ഇൻ്റഗ്രൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് തീർത്തിട്ട് ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻ്റഗ്രലിലേക്ക് വരാം. ഒരു കാര്യം ഉറപ്പാണ്, ഇൻ്റഗ്രലിൽ എല്ലാ ഭാഗത്തും എല്ലാ തവണയും ചോദിച്ചു നിൽക്കുന്ന എല്ലാ മോഡലും ഞാൻ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ്റെ അതായത് അത്തരം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ടും വരും എക്സാമിന് മുമ്പ്. മുഴുവൻ ചാപ്റ്റർ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് വരും ഇൻ്റഗ്രൽസിൻ്റെ. പക്ഷെ അതൊരു അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും. 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്തേക്ക് തന്നെ ആ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ലെങ്ത് ഉണ്ടാവും. കാരണം അതോടെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ മറ്റേത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരുമാനിച്ചുള്ളത്. കാരണം നമ്മൾ അതിൽ ടൈം ഇനി കൂടുതലില്ല. അത് കാരണം കൊണ്ടാണ്. അതിനിടെ കൂടി ഫിസിക്സിൻ്റെ എല്ലാ ഡെറിവേഷനും കൂടി എന്ത് ചെയ്യണം, ചെയ്തു പോകണം. പിന്നെ ഇന്നത്തെ ഫിസിക്സ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ഡെറിവേറ്റീവ്സ് പഠിച്ചു, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, ഇൻ്റഗ്രേഷൻ പഠിച്ചു. ഇവിടെ ഇതൊക്കെ കൂടി ചേർത്ത് ചെയ്യാനുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ആകെ 2-3 ടോപ്പിക്കേ ഉള്ളൂ. അതിൽ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതായത് ചില ഇക്വേഷൻസിൽ നമ്മൾ എന്താണ് ഒരു സാധാരണ ലീനിയർ ഇക്വേഷൻ, എന്താ ഒരു പോളിനോമിയൽ ഇക്വേഷൻ എന്നാൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും, ഒരു എക്സിന്റെ ടേം ഉണ്ടായിരിക്കും, ഒരു എക്സ് സ്ക്വയർ ഉണ്ടായിരിക്കും, ഒരു എക്സ് ക്യൂബ് ഉണ്ടായിരിക്കും. അങ്ങനെ പോകുന്ന ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഒരു പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അതിൽ തന്നെ ഉണ്ട് ഡിഫറൻസിയേഷൻ ടേംസ് ഉള്ള ഇക്വേഷൻസ് ആണ് ബേസിക്കലി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കണം. ആരെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇത്ര കാലം പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, dy/dx ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ സൂചിപ്പിക്കുക, dy/dx എന്നുള്ള ഒരു ജനറൽ ഫംഗ്ഷൻ സൂചിപ്പിക്കുക. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞത്, എക്സ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് വൈയിലുള്ള മാറ്റം എന്താണ്, നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ചും മറ്റുമൊക്കെ പറയുമ്പോൾ ഇതിനെന്താ നമ്മൾ പറയാ, ഈ dy/dx എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എക്സ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് വൈയിലുള്ള മാറ്റം. അവിടെ പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്, എക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, എക്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എക്സിനെ ആരും തടയാനില്ല. പക്ഷെ എക്സ് മാറുന്നതിനനുസരിച്ച് മാത്രമേ ആര് മാറുള്ളൂ, വൈ മാറുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതാരാണ്, എക്സ് ആണ്. ഏതൊരു ഇക്വേഷൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, എക്സ് ആണ്. അവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ ആരാണ്, വൈ ആണ്. അഥവാ എക്സ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് വൈയിലുള്ള മാറ്റം, എക്സ് മാറിയാലേ വൈയിലുള്ള മാറ്റം നോക്കേണ്ടതുള്ളൂ എന്ന് പറയുമ്പോൾ വൈ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എക്സ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എക്സ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. കൂടാതെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ ഉറപ്പായിട്ടും വേണ്ട ഒരു സാധനമാണ് എന്ത്, their ഡെറിവേറ്റീവ്സ്. ഇവർ രണ്ടാളില്ലെങ്കിലും ഇയാൾ ഉറപ്പായിട്ടുണ്ടാവും ഡെറിവേറ്റീവ് ടേം. അത് ചിലപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആവാം, ചിലപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആവാം, ചിലപ്പോൾ തേർഡ് ഓർഡർ ആവാം, ഫോർത്ത് ഓർഡർ ആവാം, ആരും ആവാം. ഇത്തരം ഇക്വേഷൻ, അതായത് ഇവരൊക്കെ കൂടി ചേർന്നുള്ള മിശ്രിതമായ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്താ പറയാ, ഇവരൊക്കെ കൂടി ചേർന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയാ. സോ ജനറലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്താൽ ആരൊക്കെ ഉണ്ടാവും, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, അവരുടെ ഡെറിവേറ്റീവ് ഉണ്ടാവും. ആ ഡെറിവേറ്റീവ് മേ ബി ഫസ്റ്റ് ഓർഡർ ആവാം, സെക്കൻഡ് ഓർഡർ ആവാം, തേർഡ് ഓർഡർ ആവാം, ആരും ആവാം. ഓക്കെ ആണല്ലോ. സോ കുറച്ച് എക്സാമ്പിൾ നോക്കും. ഇതാ ഇവിടെ നോക്കിയേ, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കാരണം എന്താ, ഇതിനൊരു ഡെറിവേറ്റീവ് ടേം ഉണ്ട്, ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇൻഡിപെൻഡന്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഉണ്ടാവാതിരിക്കും. പക്ഷെ 100% ഉണ്ടായിരിക്കുന്നത് അവരുടെ ഡെറിവേറ്റീവ് ആണ്. അത് മാത്രം നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡെറിവേറ്റീവ് ഉണ്ട്. കൂടാതെ ഒരു എക്സ് ടേം, ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ അടങ്ങുന്ന ടേം ഉണ്ട്. ഇവിടെ വൈ ഒറ്റയ്ക്കില്ല, അപ്പൊ പ്രശ്നമില്ല. എന്നാലും അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ആരുണ്ട്, ഒരു ഡിഫറൻഷിയേഷൻ ടേം, ഡെറിവേറ്റീവ് ടേം ഉണ്ട്. കൂടാതെ എന്തുണ്ട്, ആ ഒരു സൈൻ ഓഫ് വീണ്ടും ഒരു ഡെറിവേറ്റീവ് ടേം ഉണ്ട്, ഈക്വൽ ടു 0. ഇവിടെ ആരില്ല, ഒറ്റക്ക് നിൽക്കുന്ന ഡിപെൻഡന്റ് വേരിയബിളോ ഇൻഡിപെൻഡന്റ് വേരിയബിളോ ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രത്യേകത, ഇതിലുള്ള ഡെറിവേറ്റീവ് ഫസ്റ്റ് ഓർഡർ, ഇതിലുള്ള ഡെറിവേറ്റീവ് ഫസ്റ്റ് ഓർഡർ, ഇതിലുള്ളത് ഒരു ഫോർത്ത് ഓർഡർ ആണ്, ഇതിലുള്ളത് ഒരു തേർഡ് ഓർഡറും കൂടെ ഉണ്ട്, ഇതിൽ സെക്കൻഡ് ഓർഡർ ആണ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഡെറിവേറ്റീവിന്റെ ഓർഡർ ഏതുമാവാന്നാണ് ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ കാണിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനറലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 3 സാധനങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. എന്തൊക്കെയാണ്, ഒരു ഇൻഡിപെൻഡന്റ്, ഒരു ഡിപെൻഡന്റ്, അവരുടെ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ. ഇതിൽ ഡിപെൻഡന്റും ഇൻഡിപെൻഡന്റും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, അവർ മാറി
മാറിയും വരാം, ഒരാളുണ്ടായിരിക്കാം 100% ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും, എന്നാലേ അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. അടുത്ത ടോപ്പിക് ആണ് 100% എക്സാമിന് ഒരു മാർക്കിന് ഡിഗ്രി എഴുതാനും ഒരു മാർക്കിന് ഓർഡർ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ് ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇനി നിങ്ങൾ ഒരിക്കലും മറക്കാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞു ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടോ അതിൽ ആരുണ്ടായിരിക്കും, ഒരു ഡെറിവേറ്റീവിന്റെ ടേം ഉണ്ടായിരിക്കുമല്ലോ, ഉറപ്പാണല്ലോ. അതിൽ ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ ഫസ്റ്റ് ഓർഡർ ആവാം, ചിലപ്പോൾ സെക്കൻഡ് ഓർഡർ ആവാം, ചിലപ്പോൾ തേർഡ് ഓർഡർ ആവാം, ഫോർത്ത് ഓർഡർ ആവാം. ഇതിൽ ഏത് ഓർഡർ ആവാലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. എന്തായാലും ഡെറിവേറ്റീവ് ടേം ഉണ്ടാവുമല്ലോ. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ അതിൽ ഉള്ള ഡെറിവേറ്റീവ് ടേംസിൽ ഏറ്റവും വലിയ ഓർഡറിലുള്ള ഒരു ഡെറിവേറ്റീവ് ടേം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ നമ്മൾ എഴുതുമ്പോൾ dy/dx എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർഡർ, d²y/dx² സെക്കൻഡ് ഓർഡർ, dq/dx³ എന്ന് പറയുമ്പോൾ തേർഡ് ഓർഡർ, d⁴y/dx⁴ എന്ന് പറയുമ്പോൾ ആരാണ്, ഫോർത്ത് ഓർഡർ ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡെറിവേറ്റീവിന്റെ ഏറ്റവും വലിയൊരു ഓർഡർ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞ നല്ലോണം കേട്ടോ. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്താൽ അതിൽ കുറെ ഡെറിവേറ്റീവ് ടേം ഉണ്ടായിരിക്കുമല്ലോ, 1 4 ചിലപ്പോൾ 2, ഇതുമായി 2 3 ഒക്കെ വരാം. അതിലുള്ളതിൽ വെച്ച് ഡെറിവേറ്റീവ് ടേമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഓർഡർ ആരുതാണോ ആ ഓർഡർ ആണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഒന്നും കൂടെ എന്താ പറഞ്ഞത്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ അതിൽ ഡെറിവേറ്റീവ് ടേംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരുടെ ഓർഡർ ആണോ വലിയ ഓർഡർ, ആ വലിയ ഓർഡർ ആയിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ. സോ നമുക്ക് വെറുതെ ഇതിന്റെ ഒക്കെ ഒന്ന് ഓർഡർ ഒക്കെ ഒന്ന് വെറുതെ പറഞ്ഞു നോക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്കുക, എടാ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും വരിക, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട അപ്പൊ ഡെറിവേറ്റീവ് ടേം മാത്രം നോക്കിയാൽ മതി. ഇതിലാകെ ഒരു ഡെറിവേറ്റീവ് ടേം ഉള്ളൂ, dy/dx. ഡൗട്ട് ഒന്നുമില്ലല്ലോ. സോ dy/dx മാത്രമുണ്ട്. ഇതിന്റെ ഓർഡർ എന്തിനായിരിക്കും, ഈ ഒരു dy/dxന്റെ ഓർഡർ എന്താ, ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവാ. സോ ഇതിന്റെ ഓർഡർ എന്തിനായിരിക്കും, അത് ഒന്ന് തന്നെ ആയിരിക്കും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇത് അടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതിന്റെ ഓർഡർ എന്തായിരിക്കും, ഓർഡർ ആണെങ്കിൽ ജസ്റ്റ് ഡെറിവേറ്റീവിന്റെ ടേം മാത്രം നോക്കിയാൽ മതി. ഇതിൽ ആകെ ഒരു ഡെറിവേറ്റീവിന്റെ ടേമേ ഉള്ളൂ. സോ ഉറപ്പായിട്ടും അതിന്റെ ഓർഡർ ആയിരിക്കും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. ഇതിന്റെ ഓർഡർ എന്താണ്, 1 ആണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡെറിവേറ്റീവിന്റെ ടേം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ഇയാളുണ്ടായിരിക്കും, ഉള്ളിലുള്ള ഇയാളുണ്ടായിരിക്കും. അപ്പൊ ഇനി നോക്കേണ്ടത് ഏറ്റവും വലിയ ഓർഡർ ആരുതാണോ അയാളതായിരിക്കും എന്ത് ചെയ്യുക, ആ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ എന്ന് പറയുക. ഇയാളുടെ ഓർഡർ എത്രയാണ്, 4. ഇയാളുടെ ഓർഡർ എത്രയാണ്, 3 എന്ന് പറയുമ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വലിയ ഓർഡർ ആയതാണ് 4 അല്ലേ. അപ്പൊ അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. വലിയ ഓർഡർ ഏതാണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു, അതിലെ ഡെറിവേറ്റീവ് ടേം ഐഡന്റിഫൈ ചെയ്യുന്നു, അതിലെ വലിയ ഓർഡർ ഏതാണോ അതായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ. ഇതിൽ ആകെ ഒരു ഒറ്റ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് ടേം ഉള്ളൂ, അതിന്റെ ഓർഡർ 2 ആണ്. സോ അത് തന്നെയായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ. ഓർഡർ പറഞ്ഞാൽ ഡെറിവേറ്റീവിനെ മാത്രം നോക്കുക, അതിൽ ഹൈയസ്റ്റ് ഓർഡർ എടുക്കുക. ഡിഗ്രി ആണ് എല്ലാവർക്കും തെറ്റുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം ഇതോടെ നിങ്ങൾ എന്ത് ചെയ്യുക, തറാക്കി പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ ഒരിക്കലും നോക്കരുത്, ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിച്ചാൽ മതി കേട്ടോ. ഓർഡർ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഓർഡർ ഉണ്ടാവും. ഞാൻ വേറെ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഓർഡർ ഉണ്ടായിരിക്കും. എന്നാൽ ഞാൻ പറയുന്നു ഡിഗ്രി എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ടായിരിക്കില്ല. ഡിഗ്രി ഉണ്ടാവണമെങ്കിൽ ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട്. അതായത് ഒരു പ്രത്യേക ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പ്രകാരം നിങ്ങൾക്കറിയാം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 100% ഉണ്ടായിരിക്കുന്ന ഡെറിവേറ്റീവ് ടേം ആണല്ലോടാ. ഈ ഡെറിവേറ്റീവ് ടേംസ് എല്ലാം ചിലപ്പോൾ dy/dx ആവാം, ചിലപ്പോൾ d²y/dx² ആവാം, ചിലപ്പോൾ dq/3 ഓർഡർ ആവാം, 4th ഓർഡർ. അങ്ങനെയുള്ള ഇത്തരം ഈ ഡെറിവേറ്റീവ് ടേംസിനെ എല്ലാം ഞാൻ എന്ത് ചെയ്യാണ്, പോളിനോമിയൽ രൂപത്തിൽ ഡെറിവേറ്റീവ്സിനെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡെറിവേറ്റീവ് ടേംസിനെ പോളിനോമിയൽ രൂപത്തിലാക്കി കാണുകയാണെങ്കിൽ, അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്താൽ അതിലെ ഡെറിവേറ്റീവ്സ് എല്ലാം പോളിനോമിയൽ രൂപത്തിലാണെങ്കിൽ അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂടാ, ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് ഈ പോളിനോമിയൽ രൂപം എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം ഒരു ജനറൽ പോളിനോമിയൽ ഇക്വേഷന്റെ രൂപം എന്താണ്, ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും, കൂടാതെ ഒരു കോൺസ്റ്റന്റും ഒരു എക്സ് ടേം ഉണ്ടായിരിക്കും, ചിലപ്പോൾ കോൺസ്റ്റന്റ് ഉണ്ടാവാതിരിക്കാം, ഒരു കോൺസ്റ്റന്റും ഒരു x² ഉണ്ടായിരിക്കും, ചിലപ്പോൾ കോൺസ്റ്റന്റ് 1 ആയി പോവാം, എന്തെങ്കിലും x² ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു കോൺസ്റ്റന്റും ഒരു x³ ഉണ്ടായിരിക്കാം, പ്ലസ് ഇങ്ങനെ പോയിട്ട് ഒരു കോൺസ്റ്റന്റും ഒരു x⁻n രൂപത്തിലുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഒരു എക്സും ഒരു കോൺസ്റ്റന്റ് x² x³ ഒക്കെ കൂടി ചേർന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ എന്തെന്ന് പറയാ,
ഒരു പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയാം. ഇനി നിങ്ങൾ ഈ പോളിനോമിയൽ ഇക്വേഷൻ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എടാ ഇതിന്റെ ഞാൻ പറഞ്ഞ നല്ലോണം കേട്ടോ. ഇവിടെ നമ്മൾ ആരുടെ പോളിനോമിയൽ ഇക്വേഷൻ ആടാ? എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ പോളിനോമിയൽ ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. കാരണം മൊത്തം എക്സുമായി ബന്ധപ്പെട്ടതാണ്. സോ എക്സിന്റെ പോളിനോമിയൽ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, ഇതില് ഓരോ എക്സ്, ഇപ്പൊ നമ്മൾ എക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഓരോ എക്സിന്റെയും പവറുകളും നോക്കി നോക്കിയടാ. പവറുകളെല്ലാം ഇതിന്റെ പവർ 1 ആണ്, ഇതിന്റെ പവർ 2 ആണ്, ഇതിന്റെ പവർ 3 ആണ്, ഇങ്ങനെ പോയി 4 5 6 അപ് ടു n. ഇവിടെ ആണെങ്കിലോ ഇവിടെ പവർ എന്താ? ഇവിടെ പവർ x റേസ് ടു 0, കാരണം x റേസ് 0 എന്ന് പറയുമ്പോൾ അത് 1 തന്നെയാണ്. സോ വേണമെങ്കിൽ ഇതിങ്ങനെ എഴുതാം, a0 x റേസ് 0 എന്ന് എഴുതാം. എന്ന് പറയുമ്പോൾ 0 1 2 3 എന്ന് പറയുന്ന ഇൻഡിജേഴ്സ് മാത്രമല്ല അതിന്റെ പവർ ആയിട്ടുള്ളൂ. കൂടാതെ ഈ പോളിനോമിയൽ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു എക്സ് മറ്റ് സൈനിന്റെയോ കോസിന്റെയോ മറ്റേതെങ്കിലും ഫംഗ്ഷന്റെ അകത്ത് കയറിയിരിക്കുന്നുണ്ടോ? റൂട്ടിന്റെയോ അല്ലെങ്കിൽ വല്ല എക്സ്റേസ് ഒരു റൂട്ടിന്റെയോ സൈനിന്റെയോ വല്ല വേറെ ലോഗരിതത്തിന്റെയോ എക്സ്പോണൻഷ്യന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടോടാ? ഇല്ലല്ലോ. അതായത് എല്ലാം ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. കൂടാതെ അവരുടെ പവറുകളെല്ലാം എന്തുമാണ്? ഒരു ഇൻഡിജേഴ്സ് ആണ്. രണ്ട് കണ്ടീഷനാണ്. എല്ലാം ഫ്രീ ആയിട്ട് കിടക്കണം. അതായത് ഒരാളുടെ ഉള്ളിൽ കയറി സൈനിന്റെയോ ലോഗിന്റെയോ എക്സ്പോണൻഷ്യന്റെയോ ഉള്ളിൽ എക്സിന്റെ പവർ കയറി ഇരിക്കാൻ പാടില്ല. പിന്നെന്താണ്? അങ്ങനത്തെ ഉള്ളിലൊന്നും കയറിയിരിക്കാൻ പാടില്ല. കൂടാതെ പവറുകളൊക്കെ എന്തായിരിക്കണം? ഇൻഡിജേഴ്സ് ആയിരിക്കണം. അത്തരം ഇക്വേഷൻ ആണ് ഒരു പോളിനോമിയൽ ഇക്വേഷന്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ്സിന്റെ പോളിനോമിയൽ ഫോമിൽ ഇവർ എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് മാത്രം എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഈ പറയുന്ന ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞ്, ഡിഗ്രി എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക? ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യണോ? എന്തുപോലെ ആയിരിക്കണം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡെറിവേറ്റീവിന്റെ, അതായത് ഈ എക്സ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഡെറിവേറ്റീവ് വരും. അഥവാ ഡെറിവേറ്റീവിന്റെ പോളിനോമിയൽ രൂപത്തിലാണ്. അത് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ? ഡെറിവേറ്റീവ്സിന്റെ പവറുകൾ നോക്കുമ്പോൾ, ഡെറിവേറ്റീവ്സിന്റെ പവർ എന്ന് പറയുമ്പോൾ ഇതല്ല ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ നമുക്ക് മനസ്സിലായതാ, ഇത് dy/dx, മറ്റൊന്നാണ് d²y/dx². അതായത് ഇതിന്റെ പവർ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇതിന്റെ മൊത്തം റേസ് ടു 1 അല്ലേടാ ഇത് ഉദ്ദേശിച്ചുള്ളത്. അതായത് d²y/dx² മീൻസ് d²y/dx² ഓൾ റേസ് ടു 1 അല്ലേടാ. ഈ 1 ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഈ 2 എന്ന് പറയുന്നത് ഇതിന്റെ ഓർഡർ ആണ്. പവറും ഓർഡറും മാറരുത്. ഓർഡർ എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ആ ഡെറിവേറ്റീവിന്റെ ഓർഡർ ആണ് ഉദ്ദേശിക്കുന്നത്. പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ ആ മൊത്തം ടേമിന്റെ പവറാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. പവർ എന്ന് പറയുമ്പോൾ മൊത്തം ടേമിൻ്റെത്, ഓർഡർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അയാളുടെ ആ ഡിഫറൻഷിയേഷന്റെ അല്ലെങ്കിൽ ആ ഡെറിവേറ്റീവ് ടേമിന്റെ ഓർഡർ പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ? ഡിഗ്രി എപ്പോഴും എക്സിസ്റ്റ് ചെയ്തത് നിങ്ങൾ പറയും സിമ്പിളായിട്ട് എന്താണ്? അതായത് ഡെറിവേറ്റീവ്സിന്റെ പോളിനോമിയൽ ഫോമിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഡെറിവേറ്റീവ്സിന്റെ പോളിനോമിയൽ ഫോമിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുകയാണെങ്കിൽ അവിടെ മാത്രമേ എന്തുള്ളൂ? ഡിഗ്രി ഉള്ളൂ. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഡെറിവേറ്റീവിന്റെ പോളിനോമിയൽ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഡെറിവേറ്റീവിന്റെ പവറുകൾ എടുക്കുമ്പോൾ അതൊക്കെ ഇൻഡിജേഴ്സ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ പറയുന്ന ഡെറിവേറ്റീവ് ടേം ഒന്നും മറ്റാരുടെയും ഉള്ളിൽ വരാൻ പാടില്ല. അതായത് സൈനിന്റെയോ കോസിന്റെയോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയോ ലോഗരിതമിക് ഫംഗ്ഷൻസിന്റെയോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഒന്നും ഉള്ളിൽ വരാൻ പാടില്ല. ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഡിഗ്രി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഡിഗ്രി, ഞാൻ ഡിഗ്രി കാണുന്നവരാണ്. ഡിഗ്രി കാണുമ്പോൾ നമ്മൾ ആദ്യം ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യണം നോക്കണ്ടേ? ഇയാള് ഡെറിവേറ്റീവിന്റെ പോളിനോമിയൽ ഫോമിലാണോ? ആണ്. കാരണം എന്താണ്? ഡെറിവേറ്റീവിന്റെ പവർ അത് 1 ഇൻഡിജർ ആണ്. ഡെറിവേറ്റീവ് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്, അപ്പോഴും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഡിഗ്രി ഉണ്ടെന്ന് പറയാം. ഡിഗ്രി എത്രയായിരിക്കും? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഡിഗ്രി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിന് ഡിഗ്രി ഉണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിന് നമ്മൾ നോക്കുമ്പോൾ ഇയാള് ഡെറിവേറ്റീവിന്റെ പോളിനോമിയൽ ഫോമിലാണോ? അല്ലേ? ആണ്. കാരണം ഡെറിവേറ്റീവിന് മറ്റാരെയും നോക്കണ്ട, ഡെറിവേറ്റീവുകൾ പോളിനോമിയൽ ഫോമിലാണോ നോക്കിയാൽ മതി. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അയാളുടെ പവർ 1 ആണ്, അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്നും കൂടെ ഒരു വാക്ക് യൂസ് ചെയ്യാറുണ്ട്, അത് 1 ആണ്. പിന്നെ അയാൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. സോ ഇതിനും ഡിഗ്രി ഉണ്ട്. ഇതിന് ഡിഗ്രി ഉണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു തന്നേടാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇയാൾ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. ഇയാളുടെ പവർ 1 ആണ്.
ഇയാളുടെ പവർ 1 പക്ഷെ ഇയാൾ സൈനിന്റെ ഉള്ളിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പോളിനോമിയൽ ഫോമിലല്ല. അതിനർത്ഥം ഇതിനെന്തില്ല, ഡിഗ്രി ഇല്ല. കാരണം എന്താ, സൈനിന്റെ അകത്ത് ആര് വന്നു, ഡെറിവേറ്റീവ് ടേം വന്നു. ഡെറിവേറ്റീവ് വന്ന് നോക്കിയാൽ മതി, മറ്റാരും നോക്കണ്ട. ഈ ഡെറിവേറ്റീവ് ടേം ആണ് നിങ്ങൾ എന്തിൻ്റെ ഉള്ളിൽ വന്ന് നോക്കേണ്ടത്, ഈ പറയുന്ന സൈനിന്റെയോ കോസിന്റെയോ ഉള്ളിൽ. മറ്റാരും നോക്കരുത്, ഡെറിവേറ്റീവ് ടേം വന്ന് നോക്കിയാൽ മതി. ഇതിന് ഡിഗ്രി ഉണ്ടോടാ, കാരണം ഇവിടെ ഡെറിവേറ്റീവ് പോളിനോമിയൽ ഫോമില, ഇതിന്റെ എക്സ്പോണന്റ് 1 ആണ്. കൂടാതെ എന്താണ്, ഇവരെല്ലാവരും ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഡിഗ്രി എത്രയാണെന്നും കൂടി നോക്കണ്ടേ. അപ്പൊ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു, ഡിഗ്രി എത്രയാണെന്നും കൂടി നോക്കിയാലോ. അപ്പൊ ഇവിടെ വായിച്ചു നോക്കാം നമുക്ക്. ഡിഗ്രി ഓഫ് എ ഡി ഈസ് ഡിഫൈൻഡ് ആസ് ദ, അതായത് വേറെ ഒന്നും ആലോചിക്കണ്ട, നിങ്ങൾ ഓർഡർ കണ്ടെത്താൻ യൂസ് ചെയ്തിട്ടുള്ള, വേറെ ഒന്നും ആലോചിക്കരുത്, ഓർഡർ കണ്ടെത്താൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഇതിലാണെങ്കിൽ ഇവിടെ ഇതിന്റെ ഓർഡർ എന്താണ്, ഞാൻ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞു ഡെറിവേറ്റീവ് ടേമിലേക്ക് നോക്കി, ഇതിലുള്ള ആ ഒരു ഡെറിവേറ്റീവ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ഓർഡർ എത്രയാണോ അത് തന്നെ ആയിരിക്കും എന്ത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ. അപ്പൊ ഇതിൽ ഓർഡർ കണ്ടെത്താൻ യൂസ് ചെയ്ത ഡെറിവേറ്റീവ് ടേം ആരാണ്, ഇയാളല്ലേടാ. ഇയാളുടെ എക്സ്പോണന്റ് എടുത്തേ, പവർ എടുത്തേ, ഇയാളുടെ പവർ എത്രയാണ്, ഓൾ റൈസ് ടു 1 അല്ലേടാ. ഈ 1 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓർഡർ കണ്ടെത്താൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കുമല്ലോ, അയാളുടെ പവർ എടുത്താൽ മതി. ഓർഡർ കണ്ടെത്താൻ യൂസ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അയാളുടെ പവർ നോക്കിയാൽ മതി. പക്ഷെ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യണം എന്ത്, ഇത് ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യണോ നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിനൊന്ന് പറഞ്ഞേ, ഇതിൽ നമ്മൾ ഡിഗ്രി, ഇതിന്റെ ഓർഡർ എത്രയായിരിക്കും വരിക, ഇതിന്റെ ഡെറിവേറ്റീവ് ടേമിലേക്ക് പോയപ്പോൾ ആകെ ഒന്നേ ഉള്ളൂ ഓർഡർ. അപ്പൊ അതിന്റെ എന്തായിരിക്കും, ഓർഡർ ആയിരിക്കും. സോ 1 ആണ്. ഇതിന്റെ ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ എന്തായിരിക്കും ഇതിന്റെ ഡിഗ്രി, ഈ നമ്മൾ ഓർഡർ കണ്ടെത്താനായി ഉപയോഗിച്ച ഡെറിവേറ്റീവ് ടേമിന്റെ പവർ അത് 1 ആണ്. സോ ഡിഗ്രി 1 ആണ്. ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ എന്തില്ല, ഡിഗ്രി ഇല്ല. കാരണം എന്താ, സൈനിന്റെ ഉള്ളിൽ ആര് കയറുന്നു, ഡെറിവേറ്റീവ്. സോ ഡെറിവേറ്റീവിന്റെ പോളിനോമിയൽ ഫോം അല്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്, ഇതിന് ഓർഡർ ഉണ്ട്. ഇതിന് ഓർഡർ എന്തായിരുന്നു, ഓർഡർ ഉണ്ട്. ഓർഡർ എന്താണ്, ഇതിൽ 2 ഡെറിവേറ്റീവ് ടേം ഉണ്ട്, അതിന്റെ ഹൈയസ്റ്റ് ഓർഡർ 4 ആണ്. സോ അതിന്റെ ഓർഡർ 4 ആണ്, പക്ഷെ ഡിഗ്രി ഇല്ല എന്നുള്ളൂ. ഇതിന്റെ ഓർഡർ എന്താണ്, ഇതിൽ ആകെ ഒരു ഡെറിവേറ്റീവ് ടേം ഉള്ളൂ, അയാളുടെ ഓർഡർ 2 ആണ്. സോ അത് തന്നെയാണ് ഓർഡർ. ഡിഗ്രി എന്തായിരിക്കും വരിക, പോളിനോമിയൽ ഫോം ആയതുകൊണ്ട് ഡിഗ്രി എക്സസ് ചെയ്യും. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് കണ്ടെത്താൻ യൂസ് അല്ല, ഓർഡർ കണ്ടെത്താൻ യൂസ് ചെയ്ത ഡെറിവേറ്റീവിന്റെ പവർ, ദാറ്റ് ഇസ് 1. ഓർഡർ എന്താ, 1 ആണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായ ഐഡിയ കിട്ടും. സോ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി, അല്ലെങ്കിൽ എഴുതിയെടുക്കുക എന്ത് ചെയ്യാം. സൗണ്ട് ഒക്കെ പോയിട്ടുണ്ടോ അത്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, പരമാവധി കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുമല്ലോ. നോക്കിയേക്കാം. റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രി ഏതാണ്. ഒന്നാമത്തതിന്റെ ഓർഡർ എന്ന് പറഞ്ഞ്, ഓർഡർ എല്ലാവർക്കും ഉണ്ടാവുന്ന അറിയാലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓർഡർ എങ്ങനെ നോക്കുക, ഡെറിവേറ്റീവ് ടേമിന് മാത്രം നോക്കിയാൽ മതി, ആകെ ഒരു ഡെറിവേറ്റീവ് ടേം ഉള്ളൂ. സോ അയാളുടെ ഓർഡർ തന്നെ ആയിരിക്കും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. ഇയാളുടെ ഓർഡർ എന്താ, അത് 1 ആണ്. dy/dx എന്ന് പറയുമ്പോൾ 1 അല്ലേ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്നല്ലേ പറയാം. സോ 1 ആണ് ഓർഡർ. ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യണോ നമ്മൾ ആദ്യം നോക്കണം. എപ്പോഴേ ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുള്ളൂ, പോളിനോമിയൽ ഫോം ഓഫ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവിന്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് 1 ആണ്, പ്രശ്നമില്ല. ഡെറിവേറ്റീവ് എല്ലാവരും നിന്നും ഫ്രീ ആണ്. അപ്പൊ എന്താണ്, ഇതൊരു പോളിനോമിയൽ ഫോം ആണ്. സോ ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യും, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ആ ഡിഗ്രി എത്രയായിരിക്കും, നമ്മൾ ഓർഡർ കണ്ടെത്താൻ യൂസ് ചെയ്ത ആരാണ്, ഡെറിവേറ്റീവ് ടേം എടുക്കുക, അത് ഇയാളാ. ഇയാളുടെ പവർ എത്രയാണ്, അത് 1. സോ ഡിഗ്രിയും ഓർഡറും 1, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഒന്നും കൂടി ചെയ്ത് നോക്കാം നമുക്ക്. dy/dx equal to sin 3x plus cos 3x. ഓർഡർ എല്ലാവർക്കും ഉണ്ടായിരിക്കും, ഡൗട്ട് ഒന്നുമില്ല. സോ ഓർഡർ എന്തായിരിക്കും വരിക, ഡെറിവേറ്റീവ് ടേമിനെ മാത്രം നോക്കുക, dy/dx ആകെ ഒന്നേ ഉള്ളൂ. സോ അയാളുടെ ഓർഡർ എന്താണോ അതായിരിക്കും ആ ഡിയുടെ ഓർഡർ. സോ ഇയാളുടെ ഓർഡർ എന്താ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മീൻസ് 1 ആണ്. ഡിഗ്രിനെ കുറിച്ച് പറഞ്ഞാൽ ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യോ ഇല്ലേ, ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യോ ഇല്ലേ. ഡെറിവേറ്റീവ്സിന്റെ പോളിനോമിയൽ ഫോം ആണ് നോക്കിയാൽ പോലെ. ഡെറിവേറ്റീവ് ഉണ്ട്, അതിന്റെ പവർ 1, സോ കുഴപ്പമില്ല, ഇൻറ്റീജർ ആണ്. ഡെറിവേറ്റീവ് എല്ലാവരും നിന്ന് ഫ്രീ ആണ്. ഡെറിവേറ്റീവ് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള ആരും നോക്കണ്ട. സൈൻ്റെ ഉള്ളിൽ 3x വന്ന പ്രശ്നം, സൈൻ്റെ ഉള്ളിൽ y വന്ന പ്രശ്നമില്ല. സൈൻ്റെ ഉള്ളിൽ y' അല്ലെങ്കിൽ dy/dx വന്ന പ്രശ്നം. ഇവിടെ ഇയാൾ എല്ലാവരും നിന്ന് ഫ്രീ ആണ്, ഒറ്റക്ക് നിൽക്കുകയാണ് ഡെറിവേറ്റീവ്. സോ അപ്പൊ ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യും. എന്തായിരിക്കും ഡിഗ്രി വരിക, ഓർഡർ കാണാൻ യൂസ് ചെയ്ത ഡെറിവേറ്റീവ് എടുക്കുക, അത് ഇയാളാണ്. ഇയാളുടെ പവർ നോക്കിയാൽ 1 അല്ലേ. സോ ഓർഡർ ഡിഗ്രി 1. ഇനി ഇവിടെ നോക്കിയേ, ഇതിന്റെ പ്രത്യേകത നിങ്ങൾ എന്നോട് ചെയ്ത ആൾക്ക്
ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ എന്തുണ്ടായിരിക്കണം, ഒരു ഡി ആവുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കണം, ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കണം. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എക്സ് വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത് നോക്കുമ്പോൾ മൊത്തം ഡിസ്പ്ലേസ്മെന്റും ടൈമും വെച്ചിട്ട് ഇതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. കാരണം ഞാൻ പറഞ്ഞു ഡെറിവേറ്റീവ് ടേം ആണ് മെയിൻ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് ടേം ഉണ്ട്, ഇവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ എസ് ആണ്, ഇൻഡിപെൻഡന്റ് ടി ആണ്, അവരുടെ എന്തുണ്ട് എസ് ഒറ്റക്ക് നിൽക്കുന്നുണ്ട്, പിന്നെ അവരുടെ ഡെറിവേറ്റീവ് ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇതും ഒരു ഡി ആണ്, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓർഡർ എല്ലാവർക്കും എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഓർഡർ വരിക? ഓർഡർ എന്ന് പറഞ്ഞു നോക്കിയേ, ഇതിലെ ഡെറിവേറ്റീവ് ടേം ഏതൊക്കെയാ നോക്കുക, ഒന്ന് ഇതുമാണ്. ഇനി ഇയാളുടെ ഓർഡർ എന്താണ്? 2 ആണ്. ഇയാളുടെ ഓർഡർ എന്താ? തെറ്റിക്കരുത്, മേലെ കാണുന്ന 4 അല്ല, ഇയാളുടെ ഓർഡർ ഫസ്റ്റ് ഓർഡർ dx/dt എന്ന് പറയുമ്പോൾ dx/dy പോലെയാണ്, സോറി dy/dx പോലെയാണ്. എന്ന് പറയുമ്പോൾ ഇയാളുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, ഇയാൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, വലിയ ഓർഡർ ഇയാളുടെ എന്ന് പറയുമ്പോൾ ഡിയുടെ ഓർഡർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കിയേ. ഡിഗ്രി ഉണ്ടാവണമെങ്കിൽ എന്താ പ്രത്യേകത? സൈനിന്റെയും കോസിന്റെയും പോലത്തെ ആൾക്കാരുള്ളിൽ ഒന്നും ആരുണ്ടാവാൻ പാടില്ല, ഡെറിവേറ്റീവ് ടേം ഉണ്ടാവാൻ പാടില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ പറയുന്ന ഡെറിവേറ്റീവ് ടേംസിന്റെ ഒക്കെ പവർ 1ഉം 4ഉം ഒക്കെ എന്ന് പറയുമ്പോൾ ഇൻഡിജർ ആണ്. അപ്പം ഒരു കാര്യം ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇവർ എല്ലാവർക്കും ഫ്രീ ആണ്. നോക്കിയേ, ഇയാൾ എല്ലാവർക്കും ഫ്രീ ആണ്, ഇയാൾ സൈന്റെയും കോസിന്റെ ഉള്ളിൽ ഒന്നും പെടുന്നില്ല. പവർ റേസ്റ്റ് 4 ഉണ്ടായത് ഒരു പ്രശ്നമല്ല കേട്ടോ. സൈന് കോസ് ലോഗ് എക്സ്പോണൻഷ്യൽ പോലത്തെ ആൾക്കാരുള്ളിൽ പെടാതിരുന്നാൽ മതി. അപ്പൊ ഇയാൾ എന്താണ്, ഒരു പോളിനോമിയൽ ഫോമിലാണ്, ഇയാളും ഒരു ഒറ്റക്ക് നിൽക്കുന്ന ഒരാളാണ്, ഒരു പ്രശ്നമൊന്നുമില്ല. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഡിഗ്രി ഉണ്ടെന്ന് മനസ്സിലായാലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഡിഗ്രി എന്തായിരിക്കും? ഓർഡർ കാണാൻ, ബാക്കി ഒന്നും നോക്കണ്ട, ഓർഡർ കാണാൻ യൂസ് ചെയ്ത ഡെറിവേറ്റീവ് ആരാണ്? അത് ഇയാളാണ്. ഇയാളുടെ പവർ എന്താ? 1 ആണ്. സോ അതായിരിക്കും ഇതിന് ആൻസർ. ചില കുട്ടികൾ തെറ്റിച്ച് വലിയ പവർ നോക്കൂ ഡെറിവേറ്റീവിന്റെ, ഇതിന്റെ 1 ഇതിന്റെ 4 എന്ന് ഉത്തരം എഴുതും. തെറ്റാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? ഓർഡർ കാണാൻ ഏത് ഡെറിവേറ്റീവ് എടുത്തത് അതിന്റെ എക്സ്പോണന്റ് മാത്രം നോക്കിയാൽ മതിയല്ലോ, വേറെ ഒന്നും നോക്കണ്ട. സോ ഞാൻ അത് നോക്കി 1 ആണ് മനസ്സിലായി, സോ വേഗം എഴുതി വെച്ചു. ഇനി ഇങ്ങനെ ഇട്ടാലും ഇത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണെന്ന് അർത്ഥം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണ്ടി. y ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ, y ഡബിൾ ഡാഷ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, y ട്രിപ്പിൾ ഡാഷ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. ചില ആൾക്കാർ ഇങ്ങനെയും പറയാറുണ്ട്, y1 ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, y2 സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, y3 തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതൊക്കെ പറഞ്ഞാലും ഇയാൾ തന്നെയാണ് കേട്ടോ, പേടിക്കണ്ട, ഡെറിവേറ്റീവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാടാ, സോറി ഓർഡർ ഡിഗ്രി എന്ന് പറഞ്ഞേ. ഓർഡർ അറിയണമെങ്കിൽ ഡെറിവേറ്റീവിലേക്ക് മാത്രം നോക്കുക. ഇതാ 3 ടേം ഉണ്ട്, ഒന്ന് ഇയാൾ, ഇയാളുടെ ഓർഡർ 3, ഇയാളുടെ ഓർഡർ 2, ഇയാളുടെ ഓർഡർ 1. ഏതാ വലുത്? 3. അപ്പൊ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ എന്തായിരിക്കും? 3. ഡിഗ്രി ഒന്ന് പറഞ്ഞേ. ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ എന്താ നോക്കേണ്ടത്? ആദ്യത്തെ കാര്യം എന്താണ്? എല്ലാവരുടെയും പവർ നോക്കുക. ഇയാളുടെ പവർ 1 ആണ്, ഇയാളുടെ പവർ 1 ആണ്, ഇയാളുടെ പവർ 1 ആണ്. ഇനി രണ്ടാമത്തെ നോക്കണം, ഡെറിവേറ്റീവ് എല്ലാവർക്കും ഫ്രീ ആണോ നോക്കണം. ഇയാൾ എല്ലാവർക്കും ഫ്രീ ആണ്, ഇയാൾ എല്ലാവർക്കും ഫ്രീ ആണ്. പക്ഷെ ഈ കാണുന്ന ചെങ്ങായി മാത്രം, ഈ കാണുന്ന ആളെന്താണ്? എക്സ്പോണൻഷ്യന്റെ ഉള്ളിലാണ് കയറിയിരുന്നത്. എന്ന് പറയുമ്പോൾ എന്ത് ഫോമിലല്ല? പോളിനോമിയൽ ഫോമിലല്ല. ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് കയറിയിരുന്നാലും മതി. അത് നമ്മൾ ഓർഡർ കാണാൻ യൂസ് ചെയ്ത ഡെറിവേറ്റീവ് തന്നെ എന്ത് ചെയ്യണമെന്നില്ല, ഈ പറയുന്ന എന്തിനാവണമെന്നില്ല, സൈൻ്റെ കോസിന്റെ ഉള്ളിലാവണമെന്നില്ല. ഈ പറയുന്ന ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് ടേം സൈൻ്റെ കോസിന്റെ ഉള്ളിൽ കയറിയിരുന്നാൽ അതെന്തല്ല? പോളിനോമിയൽ ഫോമിലല്ല. അത് കാരണം ഇവിടെ എന്താണ്? ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം എന്ത് ചെയ്ത് കൊടുക്കാം? ബിക്കോസ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ പോളിനോമിയൽ ഫോം ഓഫ് പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവിന്റെ പോളിനോമിയൽ ഇക്വേഷൻ എന്ന് എഴുതി കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഓർഡർ ഒന്ന് പറഞ്ഞേടാ. ഇതിന്റെ ഓർഡർ ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഓർഡർ എന്തായിരിക്കും വരിക? ഡെറിവേറ്റീവ് ടേമിലേക്ക് മാത്രം നോക്കുക. ഒരാൾ ഇയാള്, പിന്നെ ഒന്ന് ഉള്ളിൽ കിടക്കുന്ന ആള്, ഒന്ന് ഈ പുറത്ത് കിടക്കുന്ന ആള്. ഇയാളുടെ ഓർഡർ എന്താ? 2. ഇയാളുടെ ഓർഡർ എന്താ? 1 ആണ്. ഇയാളുടെ ഓർഡർ 1 ആണ്. ഏറ്റവും വലിയ ഓർഡർ ആർക്കാ? 2 ആണ്. സോ ഓർഡർ ഇസ് 2. ഡിഗ്രി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡിഗ്രി എന്തായിരിക്കും വരിക? ഡിഗ്രി അറിയണമെങ്കിൽ ഡെറിവേറ്റീവിന്റെ ഒക്കെ പവർ എടുത്ത് നോക്കുക. ഇയാളുടെ 1 ആണ്, ഇയാളുടെ 2 ആണ്, ഇയാളുടെ 1 ആണ്, ഒക്കെ ഇൻഡിജർ, പ്രശ്നമില്ല. രണ്ടാമത് എന്താ ചെക്ക് ചെയ്യേണ്ടത്? എല്ലാവരും ഫ്രീ ആണ് നോക്കുക. ഇയാൾ എല്ലാവരും നിന്ന് ഫ്രീ ആണ്, ഇയാൾ സ്ക്വയർ വന്നിച്ചിട്ട് പ്രശ്നമല്ല, എല്ലാം ഫ്രീ ആണ്, ഇയാളും ഫ്രീ ആണ്. എന്ന് പറയുമ്പോൾ ഇവിടെ ഓർഡർ ഉണ്ട്, ഡിഗ്രി ഉണ്ടല്ലോ, ഡിഗ്രി ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആരെ മാത്രം നോക്കുക? ഓർഡർ കാണാൻ യൂസ് ചെയ്ത ഡെറിവേറ്റീവ് ഏതാ? അത് ഇയാളുടെ പവർ എത്രയാടാ?
1 ആണ്. സോ 1 ഇല്ല, 1 ആണ് ആൻസർ വരിക. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി ഇതൊന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. ഓർഡർ എന്തായിരിക്കും വരിക? ഡെറിവേറ്റീവിലേക്ക് മാത്രം നോക്കുക. ഇയാളുടെ ഓർഡർ 4 ആണ്, ഇയാളുടെ ഓർഡർ 3 ആണ്, ഏറ്റവും വലുത് 4 ആണ്. സോ 4 ആയിരിക്കും ഓർഡർ എന്ന് പറയുന്നത്. ഡിഗ്രി ആണെങ്കിൽ ഇയാളുടെ പവർ നോക്കുക 1 ആണ്, ഇയാളുടെ പവർ നോക്കുക 1 ആണ്. 1 ആയതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? സൈൻ്റെ കോസിന്റെ ഉള്ളിലൊക്കെ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് ഉണ്ടോ നോക്കുക. ഉറപ്പായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് എന്തല്ല, പോളിനോമിയൽ ഫോം അല്ല എന്ന് പറയുമ്പോൾ ഡിഗ്രി എക്സിസ്റ്റഡ് അല്ല. മനസ്സിലല്ലോ, ഡിഗ്രി ഇസ് നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം മേലെ പറഞ്ഞ തന്നെയാണ്, അതിൻ്റെ അടുത്ത് എഴുതിയാൽ മതി. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത അതേ മെത്തേഡിലാണ്. ഇതുവാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് രണ്ടും കൂടി ഒന്ന് നോക്കിക്കോ. ഇത് രണ്ടും കൂടി, കാരണം ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. നോക്കി നോക്കാം. നമുക്ക് ഓർഡർ ഒന്ന് പറഞ്ഞോളാം. ഡെറിവേറ്റീവ് ടേം ഏതാണ്? ഇതും മാത്രമേ ഡെറിവേറ്റീവ് ടേം ഉള്ളൂ. സോ ഇയാളുടെ ഓർഡർ 2 ആണ്, ഇയാളുടെ ഓർഡർ 1 ആണ്. ഏറ്റവും വലിയ ഓർഡർ ഏതാ? 2 ആണ്. സോ 2 ആയിരിക്കും ആൻസർ. ഡിഗ്രി എന്തായിരിക്കും വരിക? ഡിഗ്രി ഉണ്ടോ എന്ന് ആദ്യം നോക്കണ്ടേ. എങ്ങനെ നോക്കുക? ഡെറിവേറ്റീവ് ടേം പവർ 1 ആണ്, ഇതിന്റെ പവർ 1 ആണ്. അപ്പോൾ ഉള്ള ഡെറിവേറ്റീവിന്റെ മൊത്തം എന്താ? പവർ ഇൻഡീസർ. അപ്പൊ പ്രശ്നം. രണ്ടാമത്തെ എന്താണ്? ഡെറിവേറ്റീവ്സ്. ഞാൻ പറഞ്ഞു കേട്ടോ, ഡെറിവേറ്റീവ്സ് സൈൻ്റെ കോസിന്റെ ഉള്ളിൽ നോക്കിയാൽ മതി. ഇയാള് ഫ്രീ ആണ്, ഇയാളും ഫ്രീ ആണ്. സോ ഇത് പോളിനോമിയൽ ഫോം ആണ്. ഇയാൾ എന്താണ്? ഒരു പോളിനോമിയൽ ഫോം ആണ്. എന്നാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യും? സൈനിന്റെ ഉള്ളിൽ വൈ കയറിയിരുന്നു. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് അല്ല എന്ന് പറയുന്നത് കാരണം വൈനെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. നമ്മൾ ചർച്ച ഡെറിവേറ്റീവിനെ കുറിച്ചാണ്. സോ ഡെറിവേറ്റീവ് ഫ്രീ ആണെന്നോ മാത്രം നോക്കിയാൽ മതി. സോ ഡിഗ്രി എക്സിസ്റ്റഡ് ആണ്. എന്തായിരിക്കും ഡിഗ്രി വരിക? ഓർഡർ കാണാൻ യൂസ് ചെയ്ത് ഡെറിവേറ്റീവിന്റെ പവർ നോക്കുക, അത് 1 ആണ്. എന്നാൽ ഈ കേസിൽ വരുമ്പോൾ സൈനിന്റെ ഉള്ളിലാണ് വൈ ഡാഷ്. ഇവിടെ വൈ ആണ്, ഇവിടെ ഡെറിവേറ്റീവ് ആണ്. ഇവിടെ വൈ ആണ്, പക്ഷെ ഇവിടെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് വന്നാൽ ഡിഗ്രി ഇല്ല, പക്ഷെ ഓർഡർ ഉണ്ടായിരിക്കും. ഓർഡർ എന്തായിരിക്കും വരിക? ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഏതാണ്? ഇത് 2 ആണ്. സോ ഇതായിരിക്കും ഇതിന്റെ ഓർഡർ. നിങ്ങളൊന്ന് എഴുതി വെക്കുക. ബാക്കി ഹോംവർക്കാണ്. ഇനി ചെറിയ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ഒരു പെട്ടെന്ന് അതിൽ ലാഗിൽ അത് തീർക്കാൻ നോക്കാം. ഓക്കെ ആണല്ലോ. അടുത്തതാണ് സൊല്യൂഷൻ ഓഫ് എ ഡി. നമുക്കറിയാം, ഒരു ഇക്വേഷൻ ആണോ അതിനൊരു സൊല്യൂഷൻ ഉറപ്പായിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മളെങ്ങനെയാണ് പോളിനോമിയൽ ഇക്വേഷൻ്റെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം എന്താ പറയുക, ഒരു പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷനാണ് x² - 5x + 6 എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയൽ ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കും? ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഇവിടുന്ന് ഇതിലുള്ള ഈ എക്സിൻ്റെ വാല്യൂ അല്ലേടാ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന എക്സിന്റെ വാല്യൂ, ഇതിനെ സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സിന്റെ വാല്യൂ ആണ് ഈ പോളിനോമിയൽ ഇക്വേഷന്റെ എന്തെന്ന് പറയുന്നത്, ഈ ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ, ഏതോ ഒരു ഫംഗ്ഷൻ y = f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, y = f(x) എന്ന് പറയുന്ന ഏതോ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ അത് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ dy/dx + y = 1 എന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്യാണ്? ഈ സൊല്യൂഷനെ, അതായത് ഈ പറയുന്ന ഈ ഫംഗ്ഷൻ ഞാൻ എടുത്ത് എന്ത് ചെയ്യാണ്? ഈ ഫംഗ്ഷൻ വെച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ഈ ഫംഗ്ഷനെയും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ട്. അതായത് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? അതൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ആ ഫംഗ്ഷൻ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ബേസിക്കലി നമ്മൾ എന്താണ് അവിടെ കണ്ടുപിടിക്കുക? y എന്ന് പറയുന്ന ആളെയാണ്. പോളിനോമിയൽ ആകുമ്പോൾ x കണ്ടുപിടിക്കും, ഇവിടെ ആകുമ്പോൾ നമ്മൾ y കണ്ടുപിടിക്കും. മനസ്സിലായല്ലോ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും y കണ്ടുപിടിച്ചാൽ ആ y-നെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് y = ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൊല്യൂഷൻ ഓഫ് ഡി. 2 ടൈപ്പ് സൊല്യൂഷൻ ആണുള്ളത്. ഒന്ന് ജനറൽ സൊല്യൂഷനും ഒന്ന് പർട്ടിക്കുലർ സൊല്യൂഷനും. നിങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം. കണ്ടുപിടിച്ചപ്പോൾ അതിൽ കുറേ എയും ബിയും സിയും ഒക്കെ കണ്ടുപിടിച്ച സൊല്യൂഷൻ്റെ കൂടെ കുറേ എയും ബിയും, എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഏതോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതാണ് a sin x
പ്ലസ് ബി കോസ് എക്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ഏതോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ കൂടെ തന്ന സൊല്യൂഷനിൽ കുറെ എയും ബി ഒക്കെ ഈ നമുക്കറിയാത്ത റാൻഡം കോൺസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് മാത്സിൽ. ദാറ്റ് ഈസ് കോൾഡ് ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറയാ. ആർബിട്രറി കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ നിങ്ങൾ കണ്ടുപിടിച്ച ഇക്വേഷനിൽ കുറെ ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അഥവാ എയും ബിയും സിയും അധികം കേസിലും സി ആയിരിക്കും, അഥവാ ഇന്റഗ്രേഷന്റെ കൂടെയുള്ള സി ആയിരിക്കും അധികം കേസിലും ഉണ്ടാവുക. സോ ഇങ്ങനെയുള്ള ഇക്വേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച സൊല്യൂഷനിൽ കുറെ എയും ബിയും ഒക്കെ ഉണ്ടെങ്കിൽ അഥവാ ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനറൽ സൊല്യൂഷൻ. നമ്മൾ ഷോർട്ടാക്കി GS എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് അവർ ഈ കുറച്ച് ഹിന്റ് തന്നിട്ടുണ്ട്. അതായത് കുറച്ച് ഹിന്റ് തന്നിട്ട് നിങ്ങളോട് ആ ജനറൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആർബിട്രറി കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്തോ ഹിന്റ് തന്നിട്ട് നിങ്ങൾ എയും ബിയും കണ്ടുപിടിച്ചത് വിചാരിക്കും. അത് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. y = sin x എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. ഈ ഇക്വേഷൻ എന്താ? ഇപ്പം ഇതിൽ എയും ബി ഒന്നും ഇല്ല. ദാറ്റ് ഈസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എയും ബിക്കും ഒരു പർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ആണ് എന്ത്? പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സൊല്യൂഷൻ കണ്ടെയ്നിങ് ജനറൽ കോൺസ്റ്റന്റ് ഓർ ആർബിട്രറി കോൺസ്റ്റന്റ്, അതാണ് ജനറൽ സൊല്യൂഷൻ. എന്നാൽ സൊല്യൂഷൻ ഒബ്റ്റെയിനിങ് എങ്ങനെ? ബൈ ഗിവിംഗ് പർട്ടിക്കുലർ വാല്യൂസ്. ആർക്ക്? ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുത്താൽ അതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. എയും ബി ഉണ്ടെങ്കിൽ ജനറൽ, അതില്ലെങ്കിൽ പർട്ടിക്കുലർ. ഈ പർട്ടിക്കുലർ കിട്ടണമെങ്കിൽ ജനറൽ കിട്ടിയാലേ തീരുള്ളൂ. ജനറലിൽ കൃത്യമായിട്ടൊരു വാല്യൂ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, പർട്ടിക്കുലറിന് കിട്ടുള്ളൂ. ഇനി എൻട്രൻസിന് പോകുന്നവർക്ക് ഒരു പ്രത്യേക നോട്ട് പഠിച്ചു വെച്ചോ. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലായാലോ? ഇവിടെ ഒരു സൊല്യൂഷൻ ഇത് മാറ്റി ഇത് വേണം. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണല്ലോ. ഇതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടോ? 2 ആർബിട്രറി കോൺസ്റ്റന്റ്. എയും ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്, ബിയും ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. അഥവാ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ഓർഡർ കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നാൽ സൊല്യൂഷൻ തരും. എന്നിട്ട് ഓർഡർ പറയാൻ പറഞ്ഞാൽ സൊല്യൂഷനിൽ എത്ര എന്തുണ്ട് നോക്കുക, ആർബിട്രറി ഉണ്ട് നോക്കുക. അതിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഓർഡർ. ഡിഗ്രി ഒന്നും നമ്മളിവിടെ പറയില്ല, ഓർഡർ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ the order of D same as the total number of arbitrary constant in നമ്പറിനെയാണ് എന്തിനുള്ളത്? ജനറൽ സൊല്യൂഷൻ. കാരണം ജനറൽ സൊല്യൂഷൻ ആർബിട്രറി ഉണ്ടാവുള്ളൂ. സോ സൊല്യൂഷനിൽ നിന്നും ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ എന്ത് നോക്കിയാൽ മതി? ജസ്റ്റ് അതിന്റെ ആർബിട്രറി കോൺസ്റ്റന്റ് ആണോ നോക്കിയാൽ മതി. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഓർഡർ നോക്കിയാൽ മതി. മനസ്സിലായാലോടാ? 2 ടൈപ്പ് സൊല്യൂഷൻ. ഇനി നമുക്ക് സൊല്യൂഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും. ക്ഷമിക്കുക. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ ആണല്ലോ? സൗണ്ട് ഒക്കെ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. സോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, അത്രേ ഉള്ളൂ. സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ഇവിടുന്ന് എക്സാമിൽ ചോദിച്ച് കാണാറില്ല വിഷയം ചോദിച്ചേക്കാവുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാം. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ ഈ ചാപ്റ്റർ കുറിച്ചിട്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? വെരിഫൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഇതിൽ കുറെ ഫങ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അത് വെരിഫൈ ചെയ്യണം. എന്ത് ഈസ് എ സൊല്യൂഷൻ? അതൊരു സൊല്യൂഷൻ ആണെന്ന് വെരിഫൈ ചെയ്യണം. ആരുടെ? ഓഫ് ദ കറസ്പോണ്ടിങ് DE. തന്നിട്ടുള്ള കറസ്പോണ്ടിങ് ഡിയുടെ സൊല്യൂഷൻ ആണ് ഈ ഫംഗ്ഷൻ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. നോക്കി നോക്കിയാലോ നമുക്ക്. സോ ഇയാളുടെ സൊല്യൂഷൻ ആണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? ഈ ഫംഗ്ഷൻ ഇതിൽ ഇട്ട് കൊടുത്താൽ അതെന്ത് ചെയ്യും? 0 കിട്ടും. മനസ്സിലായല്ലോ? അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എനിക്ക് സൊല്യൂഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് 2 മെത്തേഡ് ഞാൻ പറഞ്ഞുതരും. എല്ലാത്തിലും നിങ്ങൾക്ക് ഏത് മെത്തേഡ് ചൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഏതാണോ കൺവീനിയൻറ്റ് അതുപോലെ ചെയ്യാം. അതാണ് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. എനിക്കിതാണ് എളുപ്പം, നിങ്ങൾ ഇത് ചെയ്യാം. എനിക്ക് മറ്റേത് എളുപ്പം അത് ചെയ്യാം എന്നുള്ള കാര്യം. മനസ്സിലായല്ലോ? സോ ഒന്നാമത്തെ മെത്തേഡ് ഞാൻ ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏതാണോ DE അത് ഐഡന്റിഫൈ ചെയ്യാം. ഇതല്ലേ DE? ഈ DE എന്ന് പറയുമ്പോൾ ഇത് y'-ഉം വൈയും കൂടെ ചേർന്ന് ഒരു DE ഇടാം. ഇതിൽ ഇതിട്ട് കൊടുത്താൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? d² y/dx² കണ്ടുപിടിക്കണ്ടേ? എന്നാലല്ലേ ഇതിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ.
ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. എന്നാലേ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, എ ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്ന് വരും. പ്ലസ് ബി സൈൻ എക്സിന്റെ എന്തായിരിക്കും വരിക, ബി മാറ്റി വെച്ചു, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി അടുത്ത ആര് കണ്ടുപിടിക്കുന്നു, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുന്നു. മൈനസ് എനെ ഞാൻ മാറ്റി വെച്ചു, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക, കോസ് എക്സ്. പ്ലസ് ബിനെ മാറ്റി വെച്ചു, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക, മൈനസ് സൈൻ എക്സ് ആയിരിക്കും വരിക. അപ്പൊ ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ഇത് രണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വേഗം ഇയാളെ കൊണ്ട് ഇയാളെ ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നോക്കി നോക്കാം. നൗ നിങ്ങൾ എന്ത് ചെയ്യുക, ആ എൽ എച്ച് എസ് എടുത്ത് എഴുതിക്കുക. ഇതിന്റെ എൽ എച്ച് എസ് എന്താ വരിക, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ അല്ലേ എൽ എച്ച് എസ്. ഇത് കാണുമ്പോൾ സീറോ ആണല്ലേ തെളിയിക്കേണ്ടത്, എന്നാലല്ലേ ഈ വൈ ഇയാളുടെ സൊല്യൂഷൻ ആയിട്ട് മാറുള്ളൂ. നമുക്ക് ഇതിലങ്ങ് ഇട്ട് കൊടുത്തു നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇയാളല്ലേടാ മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ, ആ മൈനസ് മുന്നിലേക്ക് വെക്കുന്നു, പ്രശ്നമില്ലല്ലോ, മൈനസ് ബി സൈൻ എക്സ് പ്ലസ് വൈനെയും കൂടി ഇട്ട് കൊടുത്ത് നോക്കിയേ, എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് കിട്ടിയില്ലേ. എന്ന് പറയുമ്പം ഇയാളും കട്ടായി കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് എന്താ, സീറോ അല്ലേ. അതായത് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഡി ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഡി എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore it is a solution. കൂടാതെ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഈ സൊല്യൂഷനിൽ എയും ബിയും എന്ന് പറയുന്ന ഒരു ആർബിട്രറി ഉള്ളതിനാൽ ഇതൊരു ജനറൽ സൊല്യൂഷൻ ആണ്. കൂടാതെ നിങ്ങൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് എന്ന് വിചാരിക്കുക, ഇതിന്റെ ഓർഡർ എത്ര ആയിരിക്കോടാ, രണ്ടല്ലേ. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഓർഡർ നോക്കി നോക്കിയേ, അതും രണ്ടല്ലേടാ. എന്ന് പറയുമ്പം ആർബിട്രറി കോൺസ്റ്റന്റിന്റെ എണ്ണത്തിന് ആര് ഈക്വൽ ആണ്, ഓർഡർ ഈക്വൽ എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇതുപോലത്തെ അപ്ലിക്കേഷൻ ലെവലും ഇവിടുന്ന് ചോദിക്കാവുന്നതാണ്. എന്ന് പറയുമ്പം ഇതിലെ ആർബിട്രറി കോൺസ്റ്റന്റ് എണ്ണം തന്നെയാണ് ഇതിന്റെ ഓർഡർ. നോക്കിയാൽ നിങ്ങൾക്ക് മൈനസ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഓർഡർ 2 ആണ്, ആർബിട്രറി കോൺസ്റ്റന്റ് എണ്ണം 2 ആണ്, മനസ്സിലായല്ലോ. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഇതിൽ നിന്നും ഇതങ്ങ് ഡിറൈവ് ചെയ്തെടുക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ആവശ്യമുള്ള ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണോ മെയിൻ, അതൊന്ന് കാണുക. നേരത്തെ പറഞ്ഞാൽ ഈ ഡി വൈ ബൈ ഡി എക്സ് ഒന്ന് ആദ്യം കാണുന്നു, അതെന്തായിരിക്കും വരിക, മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് അല്ലേ. അവിടെ നോക്കിയിട്ട് തന്നെ എഴുതാറ് ഞാൻ, മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് അല്ലേ വരിക. ആരെയും കൂടി കാണുന്നു, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെയും കൂടി കാണുന്നു, അതെന്തായിരിക്കും വരിക, മൈനസ് എ സൈൻ എക്സ് മൈനസ് ബി, അതായത് മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് അല്ലേ വരിക. ഡൗട്ട് ഇല്ലല്ലോ. രണ്ടും ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്ത് നോക്കിയേ. ഇവിടെ എ കോസ് എക്സ് ഉണ്ടാവും, അവിടെ ആണെങ്കിലോ പ്ലസ് ബി സൈൻ എക്സ് ഉണ്ടാവും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഈക്വൽ ടു മൈനസ്, ക്വസ്റ്റ്യനിലേക്ക് നോക്കടാ, ഇതാരാണ്, നമ്മുടെ വൈ അല്ലേ. നോക്കേ, ഇത് നമ്മുടെ വൈ അല്ലേടാ. നോക്കാം, രണ്ട് സെയിം അല്ലേ. അപ്പൊ ഇതിന്റെ പേര് എനിക്ക് വൈ എന്ന് ഓർത്തോളെ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇപ്പുറത്ത് ആരുണ്ട്, ഇപ്പോഴും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇല്ലേ, ഈ വൈനൊന്ന് ഇപ്പുറത്ത് എടുത്ത് നോക്കിയേ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു അപ്പുറത്ത് ആരില്ലേ, സീറോ എന്ന് പറയുമ്പോൾ കണ്ടുപിടിച്ചു വന്നപ്പോൾ ഇങ്ങനെ കിട്ടിയാലും നമുക്ക് സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇതൊക്കെ കൂടി ഇട്ടു സാറ്റിസ്ഫൈ ആയാലും സൊല്യൂഷൻ ആണെന്ന് പറയാം. രണ്ട് മെത്തേഡ് ചെയ്താൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇങ്ങനത്തെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാറ് ഒരു 2-3 ദിവസത്തിനും കൂടി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് അവിടെ റെഡിയാണ്, നോക്കി നോക്കിയാലോ. സൗണ്ട് ഒക്കെ പോയപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ചടപ്പ് പോലെ ഫീൽ ചെയ്യും. സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ ഇതിന്റെ എന്താ സൊല്യൂഷൻ തെളിയിച്ചാൽ പോലെ എന്ത് ചെയ്യുക, ഈ സൊല്യൂഷൻ തെളിയിക്കാൻ നമ്മൾ ഇതിന് ആരെ കാണണം, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടാൽ ഇതിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി സെക്കൻഡ് ഡെറിവേറ്റീവ് ആവശ്യമാണല്ലോ. സോ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുനോക്കാം. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. അതെന്തായിരിക്കും വരിക, എ സൈൻ ഓഫ് എക്സ് പ്ലസ് ബിയുടെ എനെ മാറ്റി വെച്ചു, സൈൻ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക, കോസ് എക്സ് പ്ലസ് ബി. കൂടാതെ ആ എക്സ് പ്ലസ് ബിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ചെയിൻ റൂൾ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എക്സിൻ്റെത് 1 ആണ്, ബി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റു 1 അത് എഴുതണം നിർബന്ധമൊന്നുമില്ല, കുഴപ്പമില്ലല്ലോ. ഇതാണ് അതിന്റെ ഡെറിവേറ്റീവ്. ഇനി അടുത്ത ഞാൻ ആരെ കാണുന്നു, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ കാണുന്നു. എന്തായിരിക്കും വരിക, എന്ന് ഞാൻ അവിടെ മാറ്റി വെച്ചു. കോസ് എക്സ് പ്ലസ് ബി മൈനസ് സൈൻ അല്ലേ വരിക, ആ മൈനസ് ഞാൻ മുന്നിലിട്ട് കൊടുക്കുന്നു. സൈൻ ഓഫ് എക്സ് പ്ലസ് ബി ഉണ്ടായിരിക്കുമല്ലോ. ഇനി ആ എക്സ് പ്ലസ് ബിനെ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അത് 1 ആണെന്ന് പറഞ്ഞു, സോ എഴുതേണ്ട ആവശ്യമില്ല.
ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാടാ, ഈ a sin x plus b ആരാടാ? y അല്ലേ? എന്ന് പറയുമ്പോൾ d2y/dx² ഈക്വൽ ടു -y അല്ലടാ. ആ y ഇപ്പുറത്തേക്ക് വരുമ്പോഴോ d2y/dx² പ്ലസ് y ഈക്വൽ ടു 0 എന്ന് എനിക്ക് മനസ്സിലായി. therefore എന്താണ്, ഇറ്റ് ഈസ് എ സൊല്യൂഷൻ. ഈ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇതൊരു സൊല്യൂഷൻ ആണ്, അതും ജനറൽ സൊല്യൂഷൻ. കാരണം എയും ബി ഉണ്ട്, രണ്ട് കോൺസ്റ്റന്റുകളുടെ ഓർഡർ 2 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇതിനെ കൂടി ചെയ്ത് നോക്കി നോക്കാം. y ഈക്വൽ ടു e−3x അല്ലേ? ഇത് കാണണമെങ്കിൽ ഇവിടെ dy/dx വേണം, d2y/dx² വേണം. എന്തായാലും നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സോ ആദ്യം dy/dx ഒന്ന് കാണുമ്പോൾ എന്തായിരിക്കും വരിക? e−3x എന്നത് e−3x ആയിരിക്കും വരിക. ഇൻറ്റു -3x ഒന്നും കൂടി ചെയ്യുമ്പോൾ -3 എന്ന് വരും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ -3 e−3x. ആരെയും കൂടി കാണുന്നു? d2y/dx² കൂടി കാണുന്നു. എന്തെഴുതാൻ പറ്റും നമുക്ക്? ഇയാളുടെ ഡെറിവേറ്റീവ് അല്ലേ, -3 അവിടെ മാറ്റി വെക്കുന്നു. e−3x ഡെറിവേറ്റീവ് എന്താ വരിക? ഇത് തന്നെയാണ് e−3x ഡെറിവേറ്റീവ്. എന്താണ്? -3 e−3x. എടാ ഇപ്പൊ കണ്ടത് ആരുടെ ഡെറിവേറ്റീവ് ആണ്? e−3x അല്ലേ? സോ അത് -3 e−3x. ആ -3 മാറ്റി വെച്ചു, വീണ്ടും e−3x എന്ന് പറയുമ്പോൾ അത് -3 e−3x ആയിരിക്കും. എന്ന് പറയുമ്പോൾ -3 പ്ലസ് 9 e−3x. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ LHS അങ്ങ് എടുത്തെഴുതും. ഈ ക്വസ്റ്റിനെ മാത്രം പ്രത്യേകതയാണത്. സോ LHS ഞാൻ ഇങ്ങ് എടുത്തെഴുതുന്നു. ഇതുപോലത്തെ പല ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചെയ്യട്ടോ, അങ്ങോട്ട് കൊടുത്തിട്ടാ ചെയ്യുക, കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിലും ഇട്ട് കൊടുത്താൽ കിട്ടും, ഡൗട്ടൊന്നുമില്ല. അത് ഓക്കെയാണ്, എല്ലാത്തിലും ഇട്ട് കൊടുത്താൽ കിട്ടും. അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ചെയ്യാൻ വളരെ റയർ ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡൗട്ടൊന്നുമില്ലല്ലോ. LHS ഒന്ന് എടുത്ത് എഴുതിക്കണം. എന്താ എഴുതുക? d2y/dx² പ്ലസ് dy/dx മൈനസ് 6y ഈക്വൽ ടു 0 അല്ലേ? ഈ d2y/dx² ആരാ? ബേസിക്കലി 9 e−3x അല്ലേ? പ്ലസ് ഈ dy/dx ആരാണ്? -3 e−3x അല്ലേ? മൈനസ് 6 ഇൻറ്റു y ആരാണ്? e−3x അല്ലേ? നിങ്ങൾ നോക്കി വെക്കുക, ഇയാൾ അവിടെ തന്നെ വെക്കുക. -3 e−3x -6 e−3x എന്ന് പറയുമ്പോൾ എന്താ? അത് -9 e−3x അല്ലേ? എന്ന് പറയുമ്പോൾ ആൻസർ എന്തായി? 0 ആയി. therefore it is a solution. ഇതെന്താണ്? ഒരു സൊല്യൂഷൻ ആണ്. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇതിലെ ഒരു കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു 2 ക്വസ്റ്റ്യൻ കൂടി നമ്മളിവിടെ വീഡിയോ അതിൻ്റെ ചെയ്യാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതും കൂടി ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. ഓക്കെ ആണല്ലോ? അതും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ 4ാമത്തെ 5ാമത്തെ കുറച്ച് വെറൈറ്റി സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ. ഇനിയും കുറേ ക്വസ്റ്റ്യൻ NCERT ഉണ്ട്, ഉള്ളവരാണെങ്കിൽ ചെയ്ത് നോക്കുക, കുഴപ്പമില്ലല്ലോ. നമ്മൾ നോക്കി നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ ഇയാളുടെ ഒരു സൊല്യൂഷൻ തെളിയിച്ചാൽ പോരെ. എന്ന് പറയുമ്പം ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് തെളിയിച്ചാൽ പോരെ. ഇയാളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കാണിക്കാൻ നമുക്ക് ആരെ കാണണം ആദ്യം? ഇതിൽ ആരെ ഏതാ ഡെറിവേറ്റീവ് ആണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. എങ്ങനെ കാണും ഫസ്റ്റ് ഡെറിവേറ്റീവ്? y ഡാഷ് എക്സിന്റെ 1ഉം sin x ന്റെ cos x നിർത്തോ? ഇല്ല, തെറ്റാണ്. കാരണം എന്താണ്? ഇത് x ഇൻറ്റു sin x ആ. ഇൻറ്റു പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. കുറെ ആൾക്കാർ തെറ്റിക്കും. എക്സിൻ്റെ 1ഉം sin x എന്ത് ചെയ്യും? cos x എന്ന് എഴുതി തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ ചെയ്യുക? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ആണ് എഴുതുന്നില്ല, കുഴപ്പമില്ലല്ലോ. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓക്കെ. നമുക്ക് ആരെ കുറിച്ച് അറിയേണ്ടത്? ഈ എക്സ് വൈ ഡാഷ് കാണുമ്പോൾ ഇയാളെ കിട്ടുന്നല്ലേ? എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ ഡാഷിനെ കുറിച്ചല്ല അറിയേണ്ടത്. എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ ഡാഷ് ആരാണ്? ഇയാളല്ലേ? ഈ എക്സിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. x² cos x പ്ലസ് എക്സ് സൈൻ എക്സ്. ഇനി നിങ്ങൾ ഈ ഒരു ഡിയിലേക്ക് ഒന്ന് നോക്കി നോക്കുക. ഇതില് നമ്മൾ നോക്കുമ്പം ഇവിടെ ആരൊക്കെ ഉണ്ട്? എക്സ് വൈ ഡാഷ് ഒക്കെ ആയി. ഇവിടെ അധികം വൈയുമായി ബന്ധപ്പെട്ട ടേംസേ കൂടുതലുള്ളൂ. അതായത് എക്സ് ഉണ്ട്, ഇവിടെ x² - y² ഒക്കെ വരണം. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ, x² cos x ഉണ്ടല്ലോ ഉണ്ട്, ഒരു x sin x ഉണ്ടല്ലോ ഉണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഫംഗ്ഷൻ sin x ബന്ധപ്പെട്ടതല്ലേ?
അങ്ങനെയെങ്കിൽ കോസ് എക്സിന് എന്തിലേക്ക് മാറ്റുക? സൈൻ എക്സിലേക്ക് മാറ്റുക. മനസ്സിലായല്ലോ? എക്സ് സ്ക്വയർ അവിടെ വെക്കുന്നു. കോസ് എക്സ് എന്ന് പറയുമ്പോൾ √1 - sin square x നമ്മൾ പഠിച്ച റിസൾട്ട് ഏതാണ്? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് = 1 ആണ്. അങ്ങനെയെങ്കിൽ പ്ലസ് എക്സ് സൈൻ എക്സ് എന്ന് അവിടെ കേട്ടെ. ഈ എക്സ് സൈൻ എക്സ് ബേസിക്കലി നമ്മുടെ വൈ അല്ലേടാ. സോ ഇയാളെ എനിക്ക് സിമ്പിൾ ആയിട്ട് വൈ എന്ന് കൊടുക്കാം. ഇപ്പൊ എല്ലാവരും ഏകദേശം വൈയിലേക്ക് മാറി കഴിഞ്ഞു. ഇത് ഏത് റിസൾട്ടാണ് യൂസ് ചെയ്തത്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് = 1 ആണ്. അവിടെ നിന്ന് 1 - കോസ് സ്ക്വയർ എക്സ് = സൈൻ സ്ക്വയർ എക്സ് ആണ്. സോ സൈൻ എക്സ് = √1. സോ കോസ് എക്സ് എന്താ? √1 - sin square x എന്ന് കിട്ടും. ഡൗട്ട് ഇല്ലല്ലോ. ഇയാൾ എങ്ങനെ വൈ എഴുതി? എക്സ് സൈൻ എക്സ് എന്താ? വൈ ആ. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു. ഇത്ര എഴുതിയല്ലോ. ഇനി നിങ്ങൾ ഇവിടെ സൈനും കോസും നമുക്ക് ആവശ്യമില്ല, നമുക്ക് എക്സും വൈയും മാത്രം മതി എന്ന് പറയുമ്പോൾ ഇനിയും ഒരു മാറ്റം കൂടി വരുത്താണ്ട് സൈൻ എക്സിലേക്കോ വൈയിലേക്കോ കൺവേർട്ട് ചെയ്യണം. നമ്മുടെ കയ്യിൽ ആകെയുള്ള എന്താണ്? നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള എന്താണ്? y = x sin x എന്നല്ലേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സൈൻ എക്സ് എന്തായി? സൈൻ എക്സ് = y/x ആയില്ലേ. ഈ സൈൻ എക്സിന് പകരം എനിക്ക് y/x കൊടുക്കൂടെ? അപ്പൊ therefore x y' എന്താടാ? x² √1 - sin square x പകരം ആരാവും? സൈൻ എക്സിന് പകരം y/x. സോ സൈൻ സ്ക്വയർ എക്സിന് പകരം y² എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ. പ്ലസ് വൈ അതുപോലെ തന്നെ ഇടുക =x² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × x² മൈനസ് 1 × y² എന്ന് കിട്ടൂലേ. പ്ലസ് വൈ എന്ന് എഴുതി കൂടെ നിങ്ങൾ പറയാം. എടാ ഇത് ഉദ്ദേശിക്കുന്നത് √a/b എന്ന് പറഞ്ഞാൽ എന്താ? അത് √a/√b അല്ലടാ. എന്ന് പറയുമ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം x² അതുപോലെ തന്നെ വെക്കുന്നു. ഇയാളുടെ റൂട്ട് എടുക്കുമ്പം √x² - y² √x² - y² തന്നെയാണ്. ഡിവൈഡഡ് ബൈ √x² എന്താ വരിക? അത് x അല്ലേടാ വരിക. പ്ലസ് വൈ. നമുക്കറിയാം പ്ലസും മൈനസും വന്നാൽ റൂട്ട് സ്പ്ലിറ്റ് ആവൂല, ഡിവിഷനിൽ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് മേലെ എന്ത് ചെയ്യാത്തത്? റൂട്ട് അതേപോലെ കൊടുത്തിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യാത്തത്. പ്ലസും മൈനസും ഒന്നും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല റൂട്ട്. എന്നാലും താഴെ x² റൂട്ട് എന്താണ്? എക്സ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് അത് എഴുതി കൊടുത്തു. എക്സും കട്ടായി. അങ്ങനെയെങ്കിൽ therefore x × y' എന്തായിട്ട് മാറി? എക്സ് √x² - y² പ്ലസ് വൈ എന്നായിട്ട് മാറിയില്ലേ. അതായത് ഇത് തന്നെയല്ലേ അത്. therefore it is a solution. സോ അഞ്ചാമതും കൂടി ചെയ്ത് നോക്കാം. ഇയാളെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സൗണ്ട് ഒക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട്. അപ്പം ഇയാളെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇയാൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ല കണ്ടുപിടിക്കേണ്ടത്. ഇയാൾ സാറ്റിസ്ഫൈ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം? y' കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ഇത്തരം ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? എന്താണ് ഇയാൾ ഡിഫറൻസ്? നമ്മൾ നേരെ എന്ത് ചെയ്തു? dy/dx y' ചെയ്തു. കാരണം ഇവിടെ y = എന്ന് പറഞ്ഞതാണുള്ളത്. എന്നാൽ അവിടെ എക്സും വൈയും മിക്സ് ആക്കിയിട്ടാണുള്ളത് എന്ന് പറയുമ്പോൾ ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഇയാൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നേരെ എല്ലാ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യം വൈൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? dy/dx മൈനസ് കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? -sin y. കഴിഞ്ഞിട്ടില്ല, കാരണം ഒരു dy/dx കൂടെ ചെയ്യണം. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ആ വൈനൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ, ചെയിൻ റൂളാണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നടക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിലും dy/dx കോമൺ ആയിട്ട് എടുത്തേടാ എന്ന് പറയുമ്പോൾ ഇവിടെ ആരുണ്ടാവും? ഇവിടെ 1 ഉണ്ടാവും. ആ മൈനസും പ്ലസ് ആയി. ഇവിടെ ബാക്കി sin y ഉണ്ടാവും. = 1 ഉണ്ടാവും എന്ന് പറയുമ്പം ഈ dy/dx ഞാൻ മുതൽ y' കൊണ്ട് വിളിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ y' എന്തായി? 1/1 + sin y ആയല്ലോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ ആ LHS ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? LHS അങ്ങ് എടുത്ത് എഴുതുന്നു. LHS എന്താണ് വരിക? y sin y പ്ലസ് കോസ് y പ്ലസ് എക്സ് ഇൻറ്റു y ഡാഷ് അല്ലേ LHS എന്ന് പറയുന്നത്. സോ എന്ന് പറയുമ്പോൾ y sin y. ഇനി ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യണം. ഈ കോസ് എക്സ് പ്ലസ് വൈ എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? അതായത് നിങ്ങൾ മേലേക്ക് നോക്കി നോക്കിയടാ, y മൈനസ് കോസ് വൈ എന്താണ്? അത് എക്സ് അല്ലടാ. സോ y = എന്താ വരിക? എക്സ് പ്ലസ് കോസ് വൈ എന്ന് വരില്ലേ. ഇയാൾ അങ്ങോട്ടേക്ക് പോയാൽ ഈ എക്സ് പ്ലസ് കോസ് വൈ എന്നല്ലേ കോസ് വൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇയാൾ ആരാണ്? y അല്ലടാ. ഇൻറ്റു y ഡാഷിന് പകരം ഇയാളെ കൊടുത്തേ 1/1 + sin y എന്ന് കിട്ടും. രണ്ടിലും ഒരു y കോമൺ ഇല്ലേ? പുറത്തേക്ക് എടുത്തേ. y പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു sin y ഉണ്ടായിരിക്കും, ഇവിടെ ഒരു 1 ഉണ്ടായിരിക്കും.
ഇൻറ്റു ആരുണ്ട് ഒരു 1/1 പ്ലസ് സൈൻ വൈ ഇല്ലണം എന്ന് പറയുമ്പോൾ സൈൻ വൈ പ്ലസ് 1ഉം 1 പ്ലസ് സൈൻ വൈ സെയിമാ ഈക്വൽ ടു y ഇൻറ്റു 1 മീൻസ് വൈ അല്ലടാ. ദെയർഫോർ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ. മനസ്സിലായല്ലോ? ഇത് ഇങ്ങനെയാണ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടി കണ്ടിച്ച് പിന്നെ അവിടെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. മനസ്സിലായല്ലോ? സോ വീഡിയോയുടെ എൻ്റെ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത പാർട്ട് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ തീർക്കും. അത് കഴിഞ്ഞ് പിന്നെ ഹോമോജീനസ് പിന്നെ ലീനിയർ ഓക്കെ ആണല്ലോ. സോ നമ്മൾ വീഡിയോയുടെ എൻ്റെ ബൈ.